ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡാഡ്പോളിൻ്റെ ബസ് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ അന്ന് പോസ്റ്റ് ഇട്ടായിരുന്നു, അത് വണ്ടീൻ്റെ സ്റ്റോക്ക് കണ്ടീഷനുള്ള പോസ്റ്റാണ് നമ്മൾ ഇട്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം വണ്ടി ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ വശത്ത് വണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഡാഡ്പോളിൻ്റെ ജസബെല്ല എന്നാണ് എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. AITP ബസ്സാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഡാഡ്പോളിൻ്റെ ജസബെല്ല. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്റ്റീരിയർ നോക്കാം ഗൈസ്, എന്നിട്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോവാം. അപ്പോൾ ടോപ്പ് ലൈറ്റും കാര്യം ചെയ്തിട്ടുണ്ട്, ഡാഡ്പോൾ എന്നുള്ള നെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ജസബെല്ല എന്നുള്ള എഡിഷൻ നെയിമും ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫ്രണ്ട് ലുക്ക് അതാണ് വരുന്നത്. പിന്നെ ഇതേ സൈഡ് ലുക്കിലും നല്ല കിഡിലും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വീലും ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല ഗൈസ്, കിഡിലാണ്. ക്യാബിലും ഇവർ AC കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്, അത് പ്രത്യേകം പറയുന്നുണ്ട്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഒരു ലേഡി ഗേൾ ക്യാരക്ടറിനെയാണ് കൊടുത്തേക്കുന്നത്. ജസബെല്ല എന്നുള്ള എഡിഷൻ നെയിമും കൊടുത്തിട്ടുണ്ട്, CCTVയും കൊടുത്തിട്ടുണ്ട്, പിന്നെ ലിപ്പും കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് ബാക്കിലൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ ഇതാണ് അപ്പുറത്തെ സൈഡ്, കണ്ട സെയിം സൈഡ് തന്നെയാണ് ഇപ്പുറവും. അപ്പോൾ ഗൈസ് കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ഗൈസ്, പനിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഡാഡ്പോളിൻ്റെ ജസബെല്ലയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഗൈസ്. ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ്. എന്താ പറയേണ്ടതെന്ന് ഒരു പിടുത്തമില്ല ഗൈസ്. ഇവർ ഐക്കോണിക് സാധനം വെച്ചാൽ റൂഫിലാണ് ഗൈസ്. അത് എല്ലാ ബസ്സിനും അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. ബസ്സിൻ്റെ റൂഫിൻ്റെ മേലെ ഒരു ക്യാരക്ടർ ഡിസൈൻ, അത് ആനിമി ക്യാരക്ടറിൻ്റെ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇൻറ്റീരിയറിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ പുറത്തായിട്ട് നമ്മളെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇതാണ് വരുന്നത് ക്യാബിൻ ലുക്ക് കാര്യങ്ങളൊക്കെ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഗൈസ്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ തീമിലാണ് റെക്സിനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്യാബിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ തീമിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതാണ് ബസ്സിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു രക്ഷയില്ല, റൂഫിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AITP ആണ്, 22 സീറ്റ്, AC പുഷ് ബാക്കാണ് ഗൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി വരാനുള്ളത്. ഫുൾ സബും കാര്യങ്ങളൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്, ഫുൾ മാക്സ് ആണ്. അപ്പോൾ ഈ ഫുൾ വർക്ക് കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നത്. പോസ്റ്റ് ഇട്ടിട്ട് കുറേ നാളായി, അത് കഴിഞ്ഞിട്ട് ഇത്രയും വർക്ക് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം വെയിറ്റാക്കി നിന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാബിൻ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. 3 ദൈവത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വോക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ റെക്സിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നെയിം ബോർഡ് ഇത് ഡിജിറ്റൽ ആണോ എന്നറിയില്ല ഗൈസ്. നെയിം ബോർഡ് ഡിജിറ്റൽ എന്നല്ല, മറ്റേ കണ്ണിൽ വരുന്നതാണോ എന്നറിയില്ല, സാധാ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ഡാഡ്പോളിൻ്റെ ജസബെല്ലേനെ പറ്റി പറയാനുള്ളത് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.